നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ്. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവരെല്ലാം തന്നെ നടിയെ അനുസ്മരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ നടി മഞ്ജു വാര്യരും അനുശോചനക്കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ്. അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും. അത്തരമൊരു അനാഥത്വമാണ് മലയാള സിനിമയും ഈ നിമിഷം അനുഭവിക്കുന്നതെന്ന് മഞ്ജു കുറിച്ചു. മലയാള സിനിമയിൽ അമ്മയെന്നാൽ പൊന്നമ്മ ചേച്ചിയാണ്. ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവമാണ്. അതിലൊരാളാണ് താൻ എന്ന സങ്കടവും നടി പങ്കുവച്ചു. മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ട ഒരു കാര്യമുണ്ട്. സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല. മലയാള സിനിമയിൽ അമ്മയെന്നാൽ പൊന്നമ്മ ചേച്ചിയാണ്. ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവമാണ്. അതിലൊരാളാണ് ഞാനും. സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളില്ല. പക്ഷേ പലയിടങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ ആ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തറിഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണുക ചേച്ചിയുമൊത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചിയെ ഓർമ്മിപ്പിക്കും രേണുക ചേച്ചിയും. അന്ന് കൺമുന്നിൽ പൊന്നമ്മ ചേച്ചിയുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം. കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചിയെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിൻ്റെ ഭംഗി. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്നൊരാൾ എന്നേ തോന്നുമായിരുന്നുള്ളൂ. പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായ ശൈലിയായിരുന്നു. യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല, ഒരമ്മയുടെ പെരുമാറ്റമായിരുന്നു. പൊന്നമ്മ ചേച്ചി കൂടി പോകുന്നതോടെ അത്തരം അമ്മമാരുടെ പരമ്പരയുടെ അവസാന കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത്. സുകുമാരിയമ്മ, മീന ചേച്ചി, ശ്രീവിദ്യ അമ്മ, KPSC ലളിത ചേച്ചി, ഇന്നലകളിലെ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയായി. അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും. അത്തരമൊരു അനാഥത്വമാണ് മലയാള സിനിമയും ഈ നിമിഷം അനുഭവിക്കുന്നത്. അതേസമയം അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകളെന്നും മോഹൻലാലും കുറിച്ചിട്ടുണ്ട്. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി. മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും അമ്മക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ. പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും. ജീവിക്കുക തന്നെയായിരുന്നു ഞങ്ങൾ. കിരീടം, ഭരതം, വിയറ്റ്നാം കോളനി, ദശശരഥം, നാട്ടുരാജാവ്, വടക്കുനാഥൻ, കിഴക്കുണരും പക്ഷി, ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ. മകനല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടി വരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും. മോഹൻലാലിൻ്റെ കണ്ണു നനയ്ക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: